അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മക്കളെ, ഇന്ന് നമ്മൾ ആദ്യം നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തന്നു അല്ലേ? അതായത് രണ്ട് ഫോട്ടോസ് നമ്മൾ കാണിച്ചു തന്നു. ഒന്ന് ഈ ഒരു ഫോട്ടോ, ഇതെന്താണെന്ന് നിങ്ങളോട് ചോദിച്ചു. നിങ്ങളെല്ലാവരും ഫിഷ്, മീൻ എന്നൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു. മീൻ, അതിൽ നിന്നാണ് നമ്മൾ എന്തു പഠിച്ചത്? മീം എന്ന അക്ഷരം പഠിച്ചത്. അതുപോലെ മറ്റൊരു ഫോട്ടോയും നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതാണ് ആ ഫോട്ടോ. നല്ല കണ്ടാൽ തന്നെ നമുക്ക് ആഗ്രഹം തോന്നുന്ന അല്ലേ, സ്വാദുള്ളൊരു സംഗതിയാണ്. നല്ല പൊരിച്ച മീനാണല്ലേ. ഇത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞു മീൻ്റെ തലയും വാലും, മീൻ്റെ തലയും വാലും, മീൻ്റെ തലയും വാലും. ഇതാണെന്ത്? മീം. മീൻ്റെ തലയും വാലും. പിന്നെ എൻ്റെ നാട്ടിലൊരു പുഴയുണ്ട്. ആ പുഴൻ്റെ പേരെന്താണെന്നറിയോ? വട്ടക്കുണ്ട്. വട്ടക്കുണ്ട്. എങ്ങനെയാണ്? വട്ടക്കുണ്ട്. എൻ്റെ നാട്ടിലത്തെ പുഴയുടെ പേരെന്താണ്? വട്ടക്കുണ്ട്. ഒന്നുകൂടെ മക്കളെ പറ. എൻ്റെ നാട്ടിലെ പുഴയുടെ പേര് വട്ടക്കുണ്ട്. അങ്ങനെ വട്ടക്കുണ്ടിലെ മീന് വല്ലാത്ത സ്വാദാണ് എന്ന് ഞാൻ പറഞ്ഞു. ഓർക്കുന്നില്ലേ? വട്ടക്കുണ്ടെന്ന് ചെറുപ്പത്തിൽ ഞങ്ങൾ മീനൊക്കെ പിടിച്ചിട്ട് അതിങ്ങനെ കൊയ്ത്തെന്നറിയുന്ന മീൻ കല്ലുമിട്ട് അരച്ചിട്ട് വീട്ടിൽ വന്ന് പൊരിച്ച് കഴിക്കും എന്നൊക്കെ പറഞ്ഞ ഓർമ്മല്ലേ? ആ, വട്ടക്കുണ്ട്. വട്ടക്കുണ്ട്. വട്ടക്കുണ്ടിലെ മീന് വല്ലാത്തൊരു സ്വാദ്, കല്ലുമ്മയിട്ടിട്ട് പൊരിച്ച് തിന്നോവർ. നമ്മൾ പഠിച്ചാണല്ലേ? ആ, ഇനി ആ മീന് കുറച്ചു കാലം കഴിഞ്ഞാൽ വട്ടക്കുണ്ടിലെ മീന് ഒരു പുള്ളിക്കുത്ത് വരും. ഏത് മീനും നല്ല ടേസ്റ്റുള്ള മീനേക്കാരം, പക്ഷെ കറുത്ത ചില പുള്ളിക്കുത്ത് വന്നാലോ ഒരു സ്വാദും ഉണ്ടാവില്ല. ഒരുമാതിരി സ്വാദേക്കാരെന്ന് പറഞ്ഞു അല്ലേ? അതായത് പുള്ളിക്കുത്ത് വന്നാൽ ഒരു സ്വാദും ഉണ്ടാവില്ല, ഒരുമാതിരി സ്വാദ്. ഈ മൂന്നക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഒന്ന് മീൻ്റെ തലയും വാലും വെച്ചിട്ട് മീമ്. വട്ടക്കുണ്ട്. വട്ടക്കുണ്ടിലെ മീൻ വല്ലാത്ത സ്വാദ്. പിന്നെ അതിന് പുള്ളിക്കുത്ത് വന്നാലോ ഒരുമാതിരി സ്വാദ്. ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ അക്ഷരങ്ങൾ പഠിച്ചത്. പിന്നെ വർക്കുകൾ സാധാരണ പോലെ തന്നെയാണ്, അതൊക്കെ ചെയ്യുക. അസ്സലാമു അലൈക്കും.